ഒരു നിമിഷത്തേക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആരാന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല. നിങ്ങളുടെ ഐഡൻറ്റിറ്റി അറിയില്ല. നിങ്ങളുടെ ഫാമിലിക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ പ്രണയത്തിനോ ആർക്കും അറിയില്ല. അതൊരു വല്ലാത്ത അവസ്ഥയായിരിക്കൂലേ? ആ അവസ്ഥയിലാണ് പീറ്റർ പാർക്കർ ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിക്കി ബ്രോ. ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമകളിലൊന്നായ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ഇറങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ സിനിമ കാണുന്നതിന് മുന്നേ നിങ്ങൾ കുറച്ച് കാര്യങ്ങളും കൂടി അറിഞ്ഞു വെക്കുകയാണെങ്കിൽ സിനിമ കാണുന്ന എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ അതിന് സഹായിക്കാം. ഒരു കഥ പോലെ ഞാൻ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേന്റെ തുടക്കം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് നോ വേ ഹോമിന്റെ എൻഡിങ് മനസ്സിലാക്കണം. അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടർ സ്ട്രേഞ്ചിന്റെ സ്പെല്ല് കാരണം പീറ്റർ പാർക്കർ ആരാന്നുള്ളത് എല്ലാവരും മറന്നിരിക്കുക. നെഡും ഇൻക്ലൂഡിങ് MJ അടക്കം. ഇപ്പോൾ പീറ്റർ പാർക്കർ തൻ്റെ ജീവിതം വീണ്ടും കെട്ടിപ്പടുക്കുകയാണ്. ഇവിടെ പീറ്റർ പാർക്കർ വീണ്ടും ഒരു സ്യൂട്ട് തൻ്റെ കയ്യാൽ നിർമ്മിച്ച് നാടിനെ രക്ഷിക്കാൻ വീണ്ടും തയ്യാറാകുകയാണ്. ഇവിടെയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ തുടക്കം. എന്താണ് ബ്രാൻഡ് ന്യൂ ഡേ എന്ന പേരിന്റെ പ്രസക്തി? ഈ ബ്രാൻഡ് ന്യൂ ഡേ എന്ന പേര് കോമിക്സിലും വളരെ പോപ്പുലറാണ്. പക്ഷേ കോമിക്സിലുള്ള എക്സാക്ട്ലി കാര്യങ്ങൾ ആയിരിക്കൂല സിനിമയിലേക്ക് വരുമ്പോൾ ഉണ്ടാവുക എന്നുള്ളത് മറ്റൊരു ഫാക്റ്റാണ്. ഈ പേര് ഒരു കാര്യം സൂചിപ്പിക്കുന്നു: പീറ്റർ പാർക്കറിന്റെ പഴയ ജീവിതം അവസാനിച്ചു, ഇനി പുതിയ തുടക്കം. ഈ സിനിമയുടെ ടോൺ എന്തായിരിക്കും? കഴിഞ്ഞ സിനിമ, അതായത് നോ വേ ഹോം, ഒരു വലിയ മൾട്ടിവേഴ്സ് സിനിമയായിരുന്നു. പക്ഷെ ബ്രാൻഡ് ന്യൂ ഡേയിലേക്ക് വരുമ്പോൾ പീറ്റർ പാർക്കറിന്റെ പേഴ്സണൽ ലൈഫും അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയും ആയിരിക്കും കൂടുതലായി കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സിനിമയിൽ കൂടുതൽ ഇമോഷൻസ്, കൂടുതൽ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സ്റ്റോറി, അതുകൂടാതെ തന്നെ വലിയൊരു ആക്ഷൻ സീക്വൻസും നമുക്ക് ഈ സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. ഈ സിനിമ കാണാൻ പോകുന്ന എല്ലാവരും ഡൗട്ടാണ്, എന്തുകൊണ്ടാണ് ഹൾക്ക് ഈ സിനിമയിൽ? ട്രെയിലറിൽ ഹൾക്കിനെ കാണിച്ചതോടുകൂടി ഒരുപാട് തിയറീസ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ കാണിക്കുന്ന ഹൾക്കും ആ ഹൾക്കിന്റെ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സ്പോയിലറായി മാറും. അത് നിങ്ങളെ ആസ്വാദനത്തിനെ നല്ല രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, ഹൾക്കിന്റെ പ്രസൻസ് ഉണ്ടല്ലോ, അത് ഈ സിനിമയിൽ വലിയൊരു സംഭവം തന്നെ ആയിരിക്കും. പിന്നെ ഈ സിനിമേൻ്റെ ഹൈപ്പ് ഇരട്ടിയാക്കിയ ഒരു കാര്യമാണ് പണിഷറിന്റെ വരവ്. ട്രെയിലറിൻ്റെ അകത്ത് പണിഷറെ കാണിച്ചതോടുകൂടി എക്സ്പെക്ടേഷൻസ് ഒക്കെ നെക്സ്റ്റ് ലെവലിലേക്ക് പോയി എന്ന് തന്നെ പറയാം. പക്ഷേ ഈ സിനിമ കാണാൻ പോകുന്ന കുറച്ച് ആൾക്കാർക്കെങ്കിലും പണിഷർ ആരാന്ന് അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പണിഷർ ആരാന്നുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. പണിഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൻറ്റി ഹീറോ എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. അദ്ദേഹം വില്ലനൊന്നുമല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ഫിലോസഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലന്മാരെ കൊന്നു കളയുക. പക്ഷെ പീറ്റർ പാർക്കർ അങ്ങനത്തെ ഒരാളല്ല. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഈ സിനിമേൻ്റെ അകത്ത് കുറച്ച് കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ പണിഷറിന്റെ സീരീസ് ഒന്ന് കണ്ടു നോക്കുക. കിടിലൻ സീരീസാണ്, വർത്ത് വാച്ചാണ്. പണിഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേറെ വൈബ് ക്യാരക്ടർ തന്നെയാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ മാർക്കാണ് ഈ സിനിമേൻ്റെ അകത്ത് ഡെയർ ഡെവിൾ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് ഈ സിനിമേൻ്റെ അകത്ത് ഡെയർ ഡെവിൾ ഉണ്ടാവില്ല എന്ന് 100% ഉറപ്പിച്ചിട്ട് സിനിമ കാണാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു ബോണസ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഡെയർ ഡെവിൾ ആരാന്ന് അറിയാത്തവർക്ക്, നോ വേ ഹോമിൻ്റെ അകത്ത് ഒരു ലോയർ വരുന്നുണ്ടല്ലോ, അദ്ദേഹമാണ് ഡെയർ ഡെവിൾ. ഡെയർ ഡെവിളും പണിഷറെ പോലെ തന്നെ ഒരു സാധാരണ മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹിയറിംഗ് കേപ്പബിലിറ്റീസും റിഫ്ലക്സും ഫൈറ്റിങ്ങിലെ സ്കില്ലും ഒക്കെ വേറെ ലെവലാണെന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ എന്തായാലും ഡെയർ ഡെവിൾ കാണാം. അതൊരു വർത്ത് വാച്ചാണ്, ഒരിക്കലും നഷ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ നമുക്ക് ഡെയർ ഡെവിൾ ഇതിലില്ല എന്ന് വിചാരിച്ച് തന്നെ സിനിമ കാണാം. എന്തായാലും നിങ്ങൾ ബ്രാൻഡ് ന്യൂ ഡേ കാണുന്നതിന് മുന്നേ നോ വേ ഹോം ഒന്നും കൂടി കാണുന്നത് ബെറ്റർ ആയിരിക്കും, പ്രത്യേകിച്ച് ആ ലാസ്റ്റ് 20 മിനിറ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ് ന്യൂ ഡേയിലെ ഇമോഷണൽ സീൻസ് നോ വേ ഹോമിന്റെ എൻഡിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നില്ലേ, മാർവൽ ഫാൻസിനോടല്ല, അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മാർവൽ മൂവീസ് കാണുന്നവർക്ക് ഒരു റൂൾ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ എണീറ്റ് പോകരുത്. കാരണം അതിൻ്റെ എൻഡിങ്ങിൽ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വരാണ്ടാവും. ഇതിൻ്റെ അകത്തും അങ്ങനത്തെ ഒരെണ്ണം ഉണ്ടാവും. അത് ഫ്യൂച്ചറിലേക്കുള്ള MCUവിനെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒന്നായിരിക്കും. അതുകൊണ്ട് അതൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഈ സിനിമ കഴിയുന്നവരെ സീറ്റിൽ തന്നെ ഇരിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പോയിലേഴ്സ് സോഷ്യൽ മീഡിയയിലൊക്കെ വരും. നിങ്ങളെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഡേ കാണാൻ പറ്റിയില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒന്ന് വിട്ടുക. കാരണം എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാരുണ്ട് സ്പോയിലർ ഇട്ടിട്ട് സിനിമേൻ്റെ ആസ്വാദനത്തെ നശിപ്പിക്കാൻ നോക്കുന്ന ആൾക്കാർ. നിങ്ങൾ അതിൽ വീഴാണ്ടിരിക്കുക. അങ്ങനെ വീണിയില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെ കിട്ടും. ഇനി എന്താണ് ഈ മൂവിനെ കുറിച്ചുള്ള എൻ്റെ പ്രഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോം ഹോളണ്ട് എന്ന നടനെയും കൂടി കാണാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഇമോഷൻ സീൻസ് ഒക്കെ ഇതിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് ആക്ഷൻസും ഉണ്ടാവും, എന്നാലും കൂടുതലായിട്ടൊരു ഇമോഷണൽ ഇമ്പാക്ട് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ മനസ്സെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഫ്യൂച്ചർ MCUവിലേക്കുള്ള ലീഡ് തന്നെ ആയിരിക്കും എന്നാണ്.
ഇതൊക്കെ എൻ്റെ പ്രഡിക്ഷനാണ്. എന്തായാലും നമുക്ക് സിനിമ കണ്ടതിന് ശേഷം മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കാണുന്നതിന് മുന്നേ ഒരു ചെറിയ ബ്രഷപ്പ് എന്നുള്ള രീതിയിലായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്താണ് നിങ്ങളുടെ ഈ സിനിമയെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻസ്, അതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ സിനിമ കണ്ടു കഴിഞ്ഞ ഉടൻ തന്നെ ഈ ചാനലിൻ്റെ അകത്ത് സ്പോയിലർ ഫ്രീ ആയിട്ടുള്ള റിവ്യൂ വരും. പിന്നെ നമുക്ക് തുടരെ അതിൻ്റെ എൻഡിങ് എക്സ്പ്ലെയിൻഡോ സിനിമേൻ്റെ ബ്രേക്ക് ഡൗണോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇതിൻ്റെ അകത്ത് മെയിൻലി ഗെയിംസും സ്പോർട്സും ഒക്കെയാണല്ലോ വരുന്നത്, പിന്നെ എങ്ങനെയാണ് സിനിമ എന്ന്. ഞാൻ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ, അതായത് സിനിമ, സ്പോർട്സ്, ഗെയിംസ്, ടെക്ക്, ആർട്സ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് വിഷ്ണു, ഞാൻ നിങ്ങളുടെ സ്വന്തം വിക്കി ബ്രോ. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.